ഹായ് ഓൾ. ഈ സ്പേസ് റിലേറ്റഡ് ഫിലിംസ് എന്ന് വെച്ചാൽ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ജോണറാണ്. ഇൻറ്റർസ്റ്റെല്ലാർ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഫിലിംസാണ് സോഫ ഞാൻ കണ്ടതിൽ. അപ്പോൾ ആ ഒരു ജോണറിൽ ഒരു റീസെൻ്റ്ലി മൂവി റിലീസ് ആവുകയുണ്ടായി. പ്രൊജക്ട് ഹെയിൽ മേരി എന്നാണ് പടം. റയൻ ഗോസ്ലിംഗ് ഒക്കെ മെയിൻ കാസ്റ്റായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പടം ഐമാക്സിനായിട്ട് ഷൂട്ട് ചെയ്ത് ഇറങ്ങിയതുകൊണ്ട് തന്നെ ഐമാക്സ് തന്നെ കാണണം എന്നുള്ളൊരു നിർബന്ധത്തിൽ കുറച്ച് വെയിറ്റ് ചെയ്തു. കാരണം ഇന്ത്യയിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് റിലീസായത്. എന്നാൽ പോലും എനിക്ക് കാണാൻ വീണ്ടും ഒരാഴ്ച കൂടി ലേറ്റ് ആവേണ്ടി വന്നു. പക്ഷെ എന്നാലും ഇന്നലെ കൊച്ചി സിനിപോലിസ് ഐമാക്സിൽ വെച്ച് ആ പടം കാണുകയുണ്ടായി. സോ ലെറ്റ്സ് റിവ്യൂ പ്രൊജക്ട് ഹെയിൽ മേരി. അപ്പോൾ ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദ റിവ്യൂ ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഭാവിയിൽ കൂടുതൽ മൂവീസ് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു പ്രചോദനം ആയിക്കോളും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവർ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ റിവ്യൂ. അപ്പോൾ ഈ മൂവി ഏകദേശം ഒരു 2.5 മണിക്കൂർ കൂടുതൽ ലെങ്ത് ഉണ്ട്. അപ്പോൾ 2.5 മണിക്കൂറോളം ലെങ്ത്തിൽ ഐമാക്സിൽ വരുന്നു. ഇത് 3D റിലീസായിട്ടില്ല, 2D വരുന്നത്. ഐമാക്സ് 2D പടം വന്നിട്ടുള്ളത്. വിഷ്വലി ഫാൻറ്റാസ്റ്റിക് ആണ് ഫിലിം. അതായത് ഒരുപാട് ഇപ്പോൾ ഐമാക്സിൽ നമുക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് വിഷ്വൽസ് ഒക്കെ ഈ പടത്തിൽ വരുന്നുണ്ട്. അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പടത്തെ പറ്റി പറയാനാണെങ്കിൽ മേജർലി ഒരൊറ്റ ക്യാരക്ടറാണ് പടത്തിലുള്ളത്. ഐ മീൻ 2 ക്യാരക്ടേഴ്സ്. അതിൽ ഒന്നൊരു ഏലിയനായിട്ട് വന്നൊരു പപ്പറ്റ് പോലത്തെ ഒരു ക്യാരക്ടർ, ഒരു റോക്ക് പോലത്തെ ഒരു ക്യാരക്ടറാണ് വരുന്നത്. പിന്നെ രണ്ടാമത്തത് റയൻ ഗോസ്ലിംഗ്. ഈ റയൻ ഗോസ്ലിങ്ങിൻ്റെ ഒരു 1 മാൻ ഷോ ആണ് പടം മൊത്തം. കാരണം ഈ പാസ്റ്റ് കാണിക്കുന്ന രീതിയിൽ ഇപ്പോൾ ഡിഫറെൻറ്റ് ആസ്പെക്ട് റേഷ്യോ പടത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു ഫുൾ സ്ക്രീനിൽ വരുന്നത് ഒരു കറണ്ട് സിനാരിയോ അല്ലെങ്കിൽ കറണ്ട് ടൈം ലൈൻ കാണിക്കുമ്പോഴാണ്. പാസ്റ്റ് കാണിക്കുമ്പോൾ ഒരു ഷോർട്ടായിട്ടാണ്. ഇപ്പോൾ ഒരു നോർമൽ സ്ക്രീൻ സ്പേസ് ആണ് കാണിക്കുന്ന പടം. അപ്പോൾ ഒരു നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ ചേഞ്ചസ് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പാസ്റ്റിൽ കുറച്ചധികം ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. പക്ഷെ പാസ്റ്റ് ഓവറോൾ എടുത്തു വെച്ചാൽ ഒരു സിനിമയുടെ ഡ്യൂറേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ചേ വരുന്നുള്ളൂ. അപ്പോൾ കറണ്ട് സിനാരിയോ ഒരുപാട് വരുന്നുണ്ട്. അതിന് ഫുൾ ആസ്പെക്ട് റേഷ്യോയിൽ നല്ലപോലെ വരുന്നുണ്ട്. അത് ഫുൾ ഒരു റയൻ ഗോസ്ലിംഗ് ഷോ എന്ന് തന്നെ പറയാം. അപ്പോൾ ഒരൊറ്റ ആൾ മാത്രം അഭിനയിക്കാൻ മാത്രം വരുന്നൊരു സിനിമയിൽ ആളുടെ അഭിനയം ബോറാണെങ്കിൽ നല്ലപോലെ നെഗറ്റീവ് ആയിരിക്കും പടത്തിൻ്റെ. പക്ഷേ റയൻ ഗോസ്ലിംഗിൻ്റെ ഒരു 1 മാൻ ഷോ അല്ലെങ്കിൽ ആൾ സിംഗിൾ ഹാൻഡഡ്ലി അത് ക്യാരി ഔട്ട് ചെയ്തു എന്ന് തന്നെ എനിക്ക് പറയാം. കാരണം ആളുടെ ഒരു ആക്ടിങ് ഡെപ്ത് നല്ലപോലെ പടത്തിൽ വിസിബിൾ ആയിരുന്നു. അത്യാവശ്യം ഒരു ഫൺ ആയിട്ടുള്ളൊരു എന്താ പറയുക, ഫീൽ ഗുഡ് ഫിലിമാണ് ഈ പ്രൊജക്ട് ഹെയിൽ മേരി. ഒരു സൈഫൈ ടേംസ് ഒന്നും അത്ര ഭീകരമായിട്ടൊന്നും വരുന്നില്ല. അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ഫിലിമൊന്നുമല്ല. നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ലളിതമായിട്ട് തന്നെ ഇത് പറഞ്ഞു വരുന്നു. കാരണം നമ്മുടെ സോളാർ സിസ്റ്റത്തിലുള്ള സണ്ണിനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഓർഗാനിസം കൺസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഈ മൊത്തം വേൾഡിലെ ഒരു സ്റ്റാർ ഒഴികെ ബാക്കി എല്ലാത്തിനും ഇത് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കൺസ്യൂം ചെയ്യാത്ത സ്റ്റാറിലേക്ക് ഒരു 3 പേരെ അയക്കുന്നത് വെച്ചിട്ടാണ് സ്റ്റോറി വരുന്നത്. അപ്പോൾ ഇത് ഈ പാസ്റ്റ് സ്റ്റോറീസൊക്കെ ഒരു ഘട്ടമായിട്ടാണ് കാണിക്കുന്നത്. ഒരു ലീനിയർ ആയിട്ട് പറയുന്നില്ല, നോൺ ലീനിയർ ആയിട്ടാണ് പറയുന്നത്. പക്ഷേ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ നോൺ ലീനിയർ ആയിട്ട് തന്നെയാണ് പറയുന്നത് ഇതിൻ്റെ കഥ. അപ്പോൾ ഓവർ ദ ടൈം എനിക്ക് പടം അവസാനമാകുമ്പോഴേക്കാണ് എങ്ങനെയാണ് ഈവൻ ഇപ്പോൾ അതായത് റയൻ ഗോസ്ലിംഗിൻ്റെ ക്യാരക്ടർ സ്പേസിൽ എത്തപ്പെട്ടത് എന്നുള്ള കഥ പറയുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. പിന്നെ മെയിൻലി ആ ഒരു ഏലിയൻ ആൻഡ് റയൻ ഗോസ്ലിംഗ് തമ്മിലുള്ള ഒരു ബോണ്ട് അത് നല്ല രീതിയിൽ പടത്തിൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട്. പടം എൻഡിങ് ഒക്കെ ആകുമ്പോൾ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പടം എൻഡ് ചെയ്യുന്നത്. നമ്മളൊരു ഹാപ്പി ആയിട്ട് തിരിച്ചുവിടെ ഈ പടത്തിന് സാധിക്കുന്നുണ്ട്. മൊത്തത്തിൽ ടെക്നിക്കൽ ക്വാളിറ്റി അടിപൊളിയാണ്, മ്യൂസിക് അടിപൊളിയാണ്. അപ്പോൾ പടത്തിനെ പറ്റി എനിക്ക് അങ്ങനെ ഭീകരമായ നെഗറ്റീവ്സ് ഒന്നും പറയാനില്ല. ലെങ്ത്ത് എടുത്ത് പറയാനുണ്ട്, പക്ഷേ എന്നാൽ പോലും നല്ല രീതിയിൽ എൻഗേജ് ചെയ്തിട്ട് തന്നെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു നല്ല പടം തന്നെയാണ്. ഇപ്പോൾ ഐമാക്സ് റെക്കമെൻഡ് ചെയ്യുമോ ഈ പടത്തിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐമാക്സ് കണ്ടാൽ നല്ലത്. അല്ലെങ്കിലും വലിയ പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം പക്ഷേ എന്തുകൊണ്ട് ഇത് 3D ആയില്ല എന്നുള്ള കാര്യത്തിലും എനിക്കൊരു സംശയമുണ്ട്. അല്ലാത്ത പക്ഷം ലൈക്ക് ഐ കുഡ് സേ ഇറ്റ്സ് എ വെരി ഗുഡ് ഫിലിം. ഇറ്റ്സ് എ ഗുഡ് ഫിലിം എന്ന് വെച്ചാൽ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഗുഡ് ഫിലിം. വലിയ കൺഫ്യൂസിംഗ് ഒന്നും അല്ലാതെ നമുക്കെല്ലാം മനസ്സിലാവുന്ന രീതിയിൽ തന്നെ കൊടുത്തിട്ടുള്ളൊരു ഗുഡ് ഫിലിം. ഒരു ഫൺ ഫീൽ ഗുഡ് ഫിലിം. ആ ഒരു ജോണറിലുള്ള പടമാണ്. കണ്ടു നോക്കുക, എൻജോയ് ചെയ്യുക. എനിക്കിഷ്ടപ്പെട്ടു.